ഡാർജിലിംഗിൽ കേട്ടോ നമ്മൾ ബത്താസിയ ലൂപ്പ് കാണാൻ വേണ്ടി പോവാണ്. കുറേ നാളായി ഡാർജിലിംഗിൽ തണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. ഒരു മാസത്തിന് മുകളിലായി ഡാർജിലിംഗ്. അപ്പോൾ അത് കാണാനായിട്ട് ഇറങ്ങിയതാട്ടോ. അത്യാവശ്യം നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മളെ കൂടെ അണ്ണനുമുണ്ട്. അണ്ണൻ മുമ്പിൽ നടക്കുന്നു. അത്യാവശ്യം നല്ല മഴ, അതുകൊണ്ട് തന്നെ ജാക്കറ്റെല്ലാം ഇട്ട് സെറ്റായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇന്ന് അധികം ട്രാഫിക് ഒന്നും കാണുന്നില്ല. സാധാരണ ഇങ്ങോട്ടെല്ലാം നല്ല ട്രാഫിക് ഉണ്ടാകുന്ന. കേട്ടോ 2 അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു വാർ മെമ്മോറിയലാണ്, ഗൂർഖ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുക. ഇതാണ് കേട്ടോ വാർ മെമ്മോറിയൽ. ഇവിടെ ഇതിനകത്ത് ആൾക്കാരുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ജവാന്റെ ഒരു പ്രതിമ ആണ് കേട്ടോ. ആൾക്കാരുടെ പേരൊക്കെ കാണാം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. രാജ്യത്തിന് വേണ്ടി മൃത്യു വരിച്ച ആൾക്കാരാണല്ലോ. കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട്, പക്ഷേ ഇത് കോടയായതുകൊണ്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ. ആൾക്കാരിൽ ഇവിടെ വന്നിട്ട് റെൻറ്റിന് നേപ്പാളി ഡ്രസ്സ് ഇട്ടിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അതിനാണ് മെയിനായിട്ട് ആൾക്കാരിവിടെ വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ട്രെയിൻ ഇതിലേ കൂടെ, ടോയ് ട്രെയിൻ ഇതിലാണ് വരിക. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് എല്ലാവരും ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ ആളില്ലാണ്ട് ഇരിക്കുകയില്ല. കുറേ സമയമായി. ഒരുപാട് ഹിന്ദി സിനിമകളെല്ലാം ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് കേട്ടോ. എന്താ ഷാറുഖ് ഖാനെല്ലാം നടന്നു വരുന്നുണ്ടോ. ഇത് 1850 കാലഘട്ടത്തിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് ഇവിടുത്തെ ടോയ് ട്രെയിൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കാലത്തുള്ള സിനിമകളിലൊക്കെ ഇത് കാണാൻ പറ്റും. ഇതിലേ കൂടി ട്രെയിൻ വരും കേട്ടോ. ട്രെയിൻ ഇങ്ങനെ റൗണ്ടായിട്ട് തിരിച്ചു വരുന്ന സ്ഥലമാണ് ബത്താസിയ ലൂപ്പ്. അപ്പോൾ ട്രെയിൻ വരുന്നത് നമുക്കിവിടെ നിന്നേ പറ്റും കേട്ടോ. ചെറിയൊരു വാർ മെമ്മോറിയലും ഈ ട്രെയിനൊക്കെ കാണാനാണ് എല്ലാവരും വരുന്നത്. മെയിനായിട്ട് ഫോട്ടോഗ്രാഫി കേട്ടോ. എല്ലാവരും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വരുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ഐ ലവ് ഡാർജിലിംഗ് എല്ലാം കാണാം കേട്ടോ. ഇവിടെ ഇങ്ങനെ വാർ മെമ്മോറിയലിലൊരു ഫ്രെയിമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സെല്ലാം വേണമെങ്കിൽ നമുക്ക് റെൻറ്റിന് കിട്ടും കേട്ടോ. നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് റെൻറ്റിന് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കലാണ് പരിപാടി. അത് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ നോക്കി കാണാൻ പറ്റും. എല്ലാവരും തന്നെയാണ് പരിപാടി. ഒടുവിൽ ഇതാ നമ്മളെ ടോയ് ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നേരെ ഇതിൻ്റെ താഴെ നിന്നുള്ള വ്യൂ ആണ്. അതായത് നമുക്ക് താഴെ കൂടെ വന്നിട്ട് നേരെ ഈ ബത്താസിയ ലൂപ്പിൽ വന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് അവിടെയാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ഇതാ ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ പോയ സമയത്ത് 2 ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്ക് ടു ബാക്ക് ആയിട്ട് 2 ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മാറി മാറി വരും കേട്ടോ. നമുക്ക് പല ടൈപ്പുള്ള എൻജിൻസും ഇവിടെ കാണാൻ പറ്റും. ഡീസൽ എൻജിൻ ഉണ്ട്, അതുപോലെ സ്റ്റീം എൻജിൻ ഉണ്ട്. അത് ഓരോന്ന് വരുന്നത് എന്താ പറയുക, നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും ഓരോന്ന് കാണണമെങ്കിൽ.
ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ, എല്ലായിടത്തും തിരക്കായിരിക്കും. അപ്പോൾ 1 by 1 ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. थोड़ा पीछे आ जाइए सर पीछे आ जाइए। നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു കൽക്കരി വണ്ടി കിട്ടിട്ടോ. നമ്മളെ പഴയ സ്റ്റീമില്ലേ, സ്റ്റീം വെച്ചിട്ട് പോകുന്ന വണ്ടിയില്ലേ, കൽക്കരിയൊക്കെ അതിനകത്ത് കോരിയിടുന്നത് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട്. അതിന് ചാർജ് ഒരു 500 രൂപ കൂടുതലുണ്ട് കേട്ടോ. ഇതാ കൽക്കരി ആൾ കോരിയിടുന്നത് കാണാൻ പറ്റും. അങ്ങനെ ട്രെയിനുകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിതാ തിരിച്ചു പോകാനുള്ള പരിപാടിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ലൊരു കോട്ട് കണ്ട കേട്ടോ. ഇത് കണ്ടപ്പോൾ എന്താ പറയുക, നമുക്കൊരു പ്രൗഡ് ഫീൽ വന്നിട്ടോ. ആ ഒരു വാർ മെമ്മോറിയലിനെ പറ്റിയാണ്. എന്തായാലും ഇതാ നമ്മൾ തിരിച്ചു പോകാൻ ഇറങ്ങുവാണ്. ആ സമയത്ത് ആ ട്രെയിൻ തിരിച്ചു കൊണ്ടുവന്ന് സ്റ്റീം വണ്ടി കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ടൗണിലേക്ക് കേട്ടോ, ദാർജിലിംഗ് ടൗൺ ഏരിയയിലേക്കാണ് പോയത്. അവിടെ നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ എൻജിൻസ് കാണാൻ പറ്റും കേട്ടോ, പല ടൈപ്പുള്ള എൻജിന്. അപ്പോൾ ഇവിടെ ഇതാണ് ദാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ. അതായത് ദാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമുക്കെല്ലാം കാണാൻ പറ്റും കേട്ടോ. ടോയ് ട്രെയിൻ അവിടെ അങ്ങോട്ട് വരുന്നത് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിപ്പ്. റെയിൽവേ സ്റ്റേഷനിൽ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ലോക്കൽ ഫുഡൊന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മാർക്കറ്റിലേക്ക് നടക്കാറിങ്ങിയത് കേട്ടോ. അതിനിടയ്ക്ക് ചെറിയൊരു ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടുന്ന് കുറച്ച് നോൺ വെജൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ദാർജിലിംഗിലെ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ. ഓക്കെ.